എല്ലാവർക്കും നമസ്കാരം. ഞാൻ ഹേമന്ത് പുല്ലേനിക്കാട്. 23 ജൂലൈ 2024 ബഹുമാനപ്പെട്ട നമ്മുടെ ഫിനാൻസ് മിനിസ്റ്റർ അവതരിപ്പിച്ച ബഡ്ജറ്റിന്റെ ഒരു സ്നാപ്ഷോട്ട്, അതായത് സാധാരണക്കാരെ ഈ ബഡ്ജറ്റ് എങ്ങനെ ബാധിക്കുന്നു എന്നുള്ളതാണ് നമ്മൾ ഈ വീഡിയോയിൽ നോക്കാൻ പോകുന്നത്. ഇതില് ബഡ്ജറ്റിനെ ഒരു പൊതുവായി പറയുകയാണെന്നുണ്ടെങ്കിൽ ചിലർക്ക് ഈ ബഡ്ജറ്റ് വളരെ ഉപകാരപ്രദമാണ്, ടാക്സ് കുറഞ്ഞ് കൊടുത്താൽ മതി എന്നുള്ള രീതിയിലാണ്. പക്ഷേ ചിലർക്ക് ടാക്സ് കൂടുതൽ കൊടുക്കേണ്ടി വരുന്ന ഒരു രീതിയിലേക്കാണ് പോകുന്നത്. സോ പണ്ടൊരു കുട്ടി പറഞ്ഞ പോലെ ചിലവുകൾക്ക് ശരിയാവും ഈ ബഡ്ജറ്റ്, പക്ഷേ ചിലവുകൾക്ക് ശരിയാവില്ല എന്നുള്ളതാണ്. സോ ഈ ബഡ്ജറ്റിൽ നമ്മൾ പ്രധാനമായി ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് രണ്ട് ആൾക്കാരെയാണ്. ഒന്ന് സാലറി ഇൻകം അല്ലെങ്കിൽ ഇൻട്രസ്റ്റ് ഇൻകം മാത്രം വാങ്ങി ജീവിക്കുന്ന കുറച്ച് ആൾക്കാർക്ക് ഈ ടാക്സ് എങ്ങനെ ഉണ്ടാവുന്നു, ഈ ബഡ്ജറ്റിൽ എങ്ങനെ ടാക്സ് ബാധിക്കുന്നു. രണ്ട്, സാലറി ഇൻകവും ഇൻട്രസ്റ്റ് ഇൻകവും അല്ലാതെ ബാക്കി ക്യാപിറ്റൽ ഗെയിനുകളോ ഷെയറുകളിൽ ഇൻവെസ്റ്റ് ചെയ്യുന്ന ആൾക്കാർക്കോ ഭൂമി വാങ്ങി വിൽക്കുന്ന ആൾക്കാർക്കോ അങ്ങനെ ക്യാപിറ്റൽ ഗെയിൻ ടാക്സേഷൻ വരുന്ന ആൾക്കാരെ ഈ ബഡ്ജറ്റ് എങ്ങനെ ബാധിക്കുന്നു എന്നുള്ള രണ്ട് കാര്യങ്ങളാണ് നമ്മൾ ഇന്നത്തെ ഈ സെഷനിൽ നോക്കാൻ പോകുന്നത്. ആദ്യം, സാലറി വാങ്ങുന്ന ആൾക്കാരെ കുറിച്ച് 4 പ്രധാന ലാഭങ്ങളുണ്ട്. പക്ഷേ അവർ ന്യൂ ടാക്സ് റെജീം മാത്രം ഓപ്റ്റ് ചെയ്യണമെങ്കിലേ ഈ ടാക്സ് ബെനിഫിറ്റുകൾ അവർക്ക് കിട്ടുകയുള്ളൂ. ഒന്നാമത്തെ ടാക്സ് ബെനിഫിറ്റ് ടാക്സ് സ്ലാബിൽ വന്ന മാറ്റങ്ങളാണ്. പണ്ട് ന്യൂ ടാക്സ് റെജീം പ്രകാരം 3 ലക്ഷം വരെ ടാക്സ് ഇല്ല, 3 ലക്ഷം മുതൽ 6 ലക്ഷം രൂപ വരെ 5% ആയിരുന്നുവെങ്കിൽ ഇപ്പൊ അത് 3 ലക്ഷം രൂപ മുതൽ 7 ലക്ഷം രൂപ വരെ 5% ആക്കിയിട്ടുണ്ട്. സോ പണ്ട് 6 ലക്ഷത്തിന് മുകളിലുള്ള 7 ലക്ഷം വരെയുള്ള സാലറിക്ക് 10% കൊടുക്കണമായിരുന്നുവെങ്കിൽ ഇന്നത് 7 ലക്ഷം വരെയും 5% കൊടുത്താൽ മതി. ഇതേപോലെ നെക്സ്റ്റ് റേറ്റ് 6 ലക്ഷം മുതൽ 9 ലക്ഷം രൂപ വരെ 10% ആയിരുന്നു പണ്ട് എങ്കിൽ ഇപ്പോൾ 7 ലക്ഷം രൂപ മുതൽക്ക് 10 ലക്ഷം രൂപ വരെ 10% ആക്കിയിട്ടുണ്ട്. സോ പണ്ട് 9 ലക്ഷത്തിൽ കൂടിയാൽ 15% ടാക്സ് കൊടുക്കണമായിരുന്നുവെങ്കിൽ ഇപ്പോൾ 10 ലക്ഷം രൂപ വരെയും 10% ടാക്സ് കൊടുത്താൽ മതി എന്നുള്ളതാണ് ആദ്യത്തെ ബെനിഫിറ്റ് ആയിട്ടുള്ളത്. രണ്ടാമത്തെ ബെനിഫിറ്റ്, ന്യൂ ടാക്സ് റെജീം ഓപ്റ്റ് ചെയ്യുന്നവർക്ക് മാത്രം സ്റ്റാൻഡേർഡ് ഡിഡക്ഷൻ, അതായത് പെൻഷനിൽ നിന്നും സാലറിയിൽ നിന്നും ഓട്ടോമാറ്റിക് ആയി കട്ടാവുന്ന സ്റ്റാൻഡേർഡ് ഡിഡക്ഷൻ 50,000 രൂപയിൽ നിന്നും 75,000 രൂപയായി 25,000 രൂപ ഉയർത്തിയിട്ടുണ്ട് എന്നുള്ളതാണ് രണ്ടാമത്തെ സാലറീഡ് ക്ലാസ്സുകൾക്കുള്ള ഒരു ബെനിഫിറ്റ്, അതായത് ന്യൂ ടാക്സ് റെജീം ഓപ്റ്റ് ചെയ്യുന്നവർക്ക് മാത്രം. മൂന്നാമത്തെ ബെനിഫിറ്റ് ആയിട്ട്, ഒരു സെൻട്രൽ ഗവൺമെന്റ് അല്ലെങ്കിൽ സ്റ്റേറ്റ് ഗവൺമെന്റ് എംപ്ലോയി അല്ലാത്ത ഒരു പ്രൈവറ്റ് എംപ്ലോയി ആയിട്ടുള്ള ആളുടെ നാഷണൽ പെൻഷൻ സ്കീം അക്കൗണ്ടിലേക്ക് എംപ്ലോയർ ഡെപ്പോസിറ്റ് ചെയ്യുന്ന എമൗണ്ട് പണ്ട് സാലറിയുടെ 10% ലിമിറ്റ് ചെയ്തിരുന്നു. പക്ഷെ ഇപ്പൊ അത് 14% ഉയർത്തിയിട്ടുണ്ട് എന്ന് മാത്രം. ഓക്കെ, അപ്പൊ ഇതും ന്യൂ സ്കീം ഓപ്റ്റ് ചെയ്യുന്നവർക്ക് മാത്രമേ കിട്ടുള്ളൂ. ഇനി നാലാമത്തെ ഒരു ബെനിഫിറ്റ് എന്താന്ന് വെച്ച് കഴിഞ്ഞാല്, ഫാമിലി പെൻഷൻ കിട്ടുന്ന ആൾക്കാർക്ക്, ഉദാഹരണത്തിന് ഭാര്യയ്ക്കോ ഭർത്താവിനോ ഉണ്ടായിരുന്ന പെൻഷൻ അവർ മരിച്ചതിന് ശേഷം അവരുടെ കുടുംബാംഗങ്ങൾക്ക് കിട്ടുന്ന ഫാമിലി പെൻഷൻ കിട്ടുന്ന ആൾക്കാർക്ക് ന്യൂ സ്കീം എടുക്കുകയാണെങ്കിൽ മാത്രം പണ്ട് 15,000 രൂപ എന്നുള്ളൊരു ലിമിറ്റ് ഉണ്ടായിരുന്നു, ഇപ്പൊ അത് 25,000 രൂപ എന്നുള്ളൊരു ലിമിറ്റിലേക്ക് ഉയർത്തിയിട്ടുണ്ട്. സോ ഈ 4 ബെനിഫിറ്റ് ആണ് ന്യൂ സ്കീം മാത്രം ഓപ്റ്റ് ചെയ്യുന്ന സാലറി അല്ലെങ്കിൽ പെൻഷൻ അല്ലെങ്കിൽ ഇൻട്രസ്റ്റ് വരുമാനമുള്ള ആൾക്കാർക്ക് കിട്ടുന്ന 4 ബെനിഫിറ്റുകൾ. അപ്പോൾ ഇവിടെ നമ്മൾ ശ്രദ്ധിച്ച് നോക്കണമെങ്കിൽ നമുക്ക് അറിയാൻ കഴിയും, ഓൾഡ് സ്കീമിലെ ടാക്സ് ലിമിറ്റിലോ അല്ലെങ്കിൽ ടാക്സ് സ്ലാബുകളിലോ റേറ്റുകളിലോ യാതൊരു മാറ്റവും വരുത്താതെ ന്യൂ സ്കീമിന് മാത്രം കൂടുതൽ ഗവൺമെന്റ് പ്രൊമോട്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഉദാഹരണത്തിന് പണ്ട് കൂടുതൽ സേവ് ചെയ്യൂ, ഇൻവെസ്റ്റ് ചെയ്യൂ എന്നുള്ള രീതിയിലായിരുന്നു ഗവൺമെന്റ് പോയിരുന്നത് എങ്കിൽ ഇന്ന് സേവ് ചെയ്യാതെ ഇൻവെസ്റ്റ് ചെയ്യാതെ നിങ്ങൾ കൂടുതൽ സ്പെൻഡ് ചെയ്യൂ, അല്ലെങ്കിൽ ടാക്സ് സേവിംഗ് ഡെപ്പോസിറ്റുകൾ ഒഴികെ ബാക്കിയുള്ള ഡെപ്പോസിറ്റുകൾ ചെയ്യൂ, ഞങ്ങൾ കൂടുതൽ നിങ്ങൾക്ക് ടാക്സ് ബെനിഫിറ്റ് തരാം എന്നുള്ള മറ്റൊരു എൻട്രി പോയിന്റ് ഗവൺമെന്റ് ഫിക്സ് ചെയ്യുന്ന പോലെ ഒരു ഫീൽ ഉണ്ട്. അതിൽ എൻ്റെ ഒരു കാഴ്ചപ്പാട് എന്താണെന്നുണ്ടെങ്കിൽ, നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യുന്ന സമയത്ത് ഇത് ആ കൺസേൺഡ് ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻസിലേക്ക് പോയി അവിടെ റൊട്ടേറ്റ് ആയി അവിടെ നിന്ന് ലോണായിട്ട് സൊസൈറ്റിയിലേക്ക് വരുന്നതിന് പകരം, ആ റൊട്ടേഷൻ ടൈം കുറച്ച് കൂടുതൽ എടുക്കുന്നതിന് പകരം നേരിട്ട് ആൾക്കാർ തന്നെ സ്പെൻഡ് ചെയ്യുന്ന സമയത്ത് പെട്ടെന്ന് റൊട്ടേഷൻ ഫണ്ടിന് സംഭവിക്കുന്നു എന്നുള്ളൊരു ഗുണം കൊണ്ടാവാം. അങ്ങനെ റൊട്ടേഷൻ സംഭവിക്കുന്തോറും GST വരുമാനവും ഇൻകം ടാക്സ് വരുമാനവും ടാക്സ് ഡിഡക്ഷൻ സോഴ്സ് എന്നുള്ള ഇടക്കാല വരുമാനങ്ങളും ഗവൺമെന്റിന് കിട്ടും എന്നുള്ളൊരു ലാഭേച്ഛ കൊണ്ടാവാം ഇങ്ങനെ സംഭവിക്കുന്നത്. എന്തായാലും ന്യൂ സ്കീമിനെ കൂടുതൽ പ്രൊമോട്ട് ചെയ്ത് ഓൾഡ് സ്കീമിന്റെ ഭാവിയിൽ ഇല്ലാതെയാവോ എന്നുള്ള ആൾക്കാർ സംശയമൊക്കെ ചോദിക്കുന്നുണ്ട്. പക്ഷെ നമുക്കത് ഉറപ്പ് പറയാൻ പറ്റില്ല. പക്ഷെ എന്തായാലും ചുരുക്കത്തിൽ ന്യൂ സ്കീമുകാർക്ക് മാത്രമാണ് കൂടുതൽ ടാക്സ് ബെനിഫിറ്റ് ഉള്ളത്, ഓൾഡ് സ്കീമുകാർക്ക് തീരെ ടാക്സ് ചേഞ്ചുകളൊന്നും വന്നിട്ടില്ല എന്നുള്ളത് സാരം. ഇനി അടുത്ത ടാക്സ് വരുന്ന ആൾക്കാർക്ക്, അതായത് ഷെയറുകളിൽ ഇൻവെസ്റ്റ് ചെയ്ത്, മ്യൂച്വൽ ഫണ്ടിൽ ഇൻവെസ്റ്റ് ചെയ്ത്, ലാൻഡിൽ ഇൻവെസ്റ്റ് ചെയ്ത് വിൽക്കുന്ന അങ്ങനെ ക്യാപിറ്റൽ ഗെയിൻ ടാക്സേഷൻ വരുന്നവർക്ക് ഈ ബഡ്ജറ്റിലെ ടാക്സ് ഇമ്പാക്ട് എന്താണെന്നുള്ളതാണ്. പ്രധാനമായും ഈ ക്യാപിറ്റൽ ഗെയിൻ ടാക്സിനെ 2 തട്ടുകളാക്കി മാറ്റി, അതായത് ഷോർട്ട് ടേം ക്യാപിറ്റൽ ഗെയിനും ലോങ് ടേം ക്യാപിറ്റൽ ഗെയിൻ എന്നുള്ളതാക്കി മാറ്റിയിട്ടുണ്ടെന്ന് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയായിരിക്കാം. ഇതിന്റെ പീരീഡ് ഓഫ് ഹോൾഡിംഗ് റാഷണലൈസ് ചെയ്തു എന്നുള്ളതാണ്. അതായത് ഒരു ലിസ്റ്റഡ് സെക്യൂരിറ്റീസ് ആണെന്നുണ്ടെങ്കിൽ 12 മാസത്തിൽ കൂടുതൽ അത് ഹോൾഡ് ചെയ്താൽ ലോങ് ടേം ക്യാപിറ്റൽ ഗെയിനും 12 മാസത്തിൽ കുറവ് ഹോൾഡ് ചെയ്യുന്ന സെക്യൂരിറ്റീസ് എല്ലാം ഷോർട്ട് ടേം ക്യാപിറ്റൽ ഗെയിനും ആക്കി.
ലിസ്റ്റഡ് അല്ലാത്ത സെക്യൂരിറ്റീസ് ആണ്, ഇമ്മൂവബിൾ പ്രോപ്പർട്ടീസ് ആണ്, എല്ലാത്തിന്റെയും ഹോൾഡിംഗ് പീരീഡ് 24 മാസമാണ്. സോ 24 മാസത്തിൽ കുറവ് ഹോൾഡ് ചെയ്ത് കഴിഞ്ഞാൽ അത് ഷോർട്ട് ടേമും 24 മാസത്തിൽ കൂടുതൽ ഹോൾഡ് ചെയ്താൽ ഇത് ലോങ് ടേമും എന്നുള്ളൊരു റാഷണലൈസേഷൻ കൊണ്ടുവന്നു. സോ ലിസ്റ്റഡ് സെക്യൂരിറ്റീസ് ആണെങ്കിൽ മാത്രം 12 മാസം ഹോൾഡിംഗ് പീരീഡ് ഷോർട്ട് ടേം, അതിൽ കൂടുതൽ ലോങ് ടേം. ബാക്കി എല്ലാ അസറ്റുകൾക്കും 24 മാസത്തിൽ കുറവ് ഷോർട്ട് ടേം, 24 മാസത്തിൽ കൂടിയാൽ ലോങ് ടേം എന്നുള്ളൊരു റാഷണലൈസേഷൻ കൊണ്ടുവന്നിട്ടുണ്ട്. ഒന്ന്, ഇനിയാണ് നിങ്ങളെ ഞെട്ടിക്കുന്ന കുറച്ച് അപ്ഡേറ്റുകൾ. അതായത് ഷോർട്ട് ടേം ക്യാപിറ്റൽ ഗെയിൻ, ഷെയറിൽ ഇൻവെസ്റ്റ് ചെയ്ത് മ്യൂച്വൽ ഫണ്ടിൽ ഇൻവെസ്റ്റ് ചെയ്ത് ഷോർട്ട് ടേം ക്യാപിറ്റൽ ഗെയിൻ ഉണ്ടാക്കുന്ന ആൾക്കാർക്ക് 15% ഇപ്പോൾ ടാക്സ് റേറ്റ് എങ്കിൽ അത് 20%ത്തിലേക്ക് ഉയർത്തിയിട്ടുണ്ട്. എല്ലാവർക്കും അല്ലാട്ടോ, ഈ ഷെയറുകൾ സെക്യൂരിറ്റി ട്രാൻസാക്ഷൻ ടാക്സ് ഒക്കെ പേ ചെയ്ത് റെക്കഗ്നൈസ്ഡ് സ്റ്റോക്ക് എക്സ്ചേഞ്ചിൽ ഡീൽ ചെയ്യുന്ന അങ്ങനെ ഷെയറുകളിൽ ഇൻവെസ്റ്റ് ചെയ്ത് ഷോർട്ട് ടേം ക്യാപിറ്റൽ ഗെയിൻ ഉണ്ടാക്കുമ്പോൾ 15% റേറ്റ് എങ്കിൽ അത് 20%ത്തിലേക്ക് ഉയർത്തിയിട്ടുണ്ട്. പക്ഷേ ലോങ് ടേമുകാര് സന്തോഷിക്കേണ്ട, ലോങ് ടേം ടാക്സേഷൻ ഉണ്ടാക്കുന്ന അല്ലെങ്കിൽ ലോങ് ടേം ക്യാപിറ്റൽ ഗെയിൻ ഉണ്ടാക്കുന്ന ആൾക്കാരുടെ റേറ്റ് ഇതുവരെയ്ക്ക് 10% ആയിരുന്നുവെങ്കിൽ അത് 12% ഉയർത്തിയിട്ടുണ്ട്. സോ നിങ്ങളുടെ ഷെയർസോ മ്യൂച്വൽ ഫണ്ടോ നിങ്ങൾ എന്തിലും ആണെങ്കിൽ ഡീൽ ചെയ്തോളൂ. റെക്കഗ്നൈസ്ഡ് സ്റ്റോക്ക് എക്സ്ചേഞ്ചിലുള്ള ഷെയർസിൽ നിങ്ങൾ ഇൻവെസ്റ്റ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഷോർട്ട് ടേമിന് 20% ടാക്സും ലോങ് ടേമിൽ 12% ടാക്സും നിങ്ങൾ ഇനി മുതൽ പേ ചെയ്യണം. പക്ഷേ ലോങ് ടേമുകാർക്ക് ചെറിയൊരു ആശ്വാസം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ ഷെയർസിൽ ഇൻവെസ്റ്റ് ചെയ്ത് കിട്ടുന്ന ലോങ് ടേമിന് 1 ലക്ഷം രൂപ വരെ ടാക്സ് എക്സംഷൻ ഉണ്ടായിരുന്നു. ആ ടാക്സ് എക്സംഷൻ 1.25 ലക്ഷം രൂപ, 1,25,000 രൂപ വരെ ഉയർത്തിയിട്ടുണ്ട് എന്നുള്ളതാണ്. ഇതാണ് ഷെയറുകളെ കുറിച്ച് സംബന്ധിക്കുന്ന ഷോർട്ട് ടേം ലോങ് ടേം ക്യാപിറ്റൽ ഗെയിനിൽ വരുന്ന അപ്ഡേറ്റുകൾ. ഇനി ഷെയറുകൾ അല്ലാതെ ഇമ്മൂവബിൾ പ്രോപ്പർട്ടിയിൽ ട്രാൻസാക്ഷൻ ചെയ്യുന്ന നിങ്ങൾക്ക് ഒരു പ്രോപ്പർട്ടി ഉണ്ട്, ആ പ്രോപ്പർട്ടി നിങ്ങൾ വിൽക്കുകയാണ്. അങ്ങനെ ക്യാപിറ്റൽ അസറ്റ് വിൽക്കുന്ന സമയത്ത് പണ്ട് ഉണ്ടായിരുന്ന വലിയൊരു മെച്ചം എന്തായിരുന്നുവെങ്കിൽ ഇൻഡെക്സേഷൻ ബെനിഫിറ്റ് എന്നൊരു ബെനിഫിറ്റ് പണ്ട് കിട്ടുമായിരുന്നു. അതായത് അവരുടെ റേറ്റ് ഓഫ് ടാക്സ് 20% ആയിരുന്നു എന്നുണ്ടെങ്കിലും പണ്ടത്തെ, അതായത് ഇപ്പൊ ഞാൻ 2004 ഒരു സ്ഥലം വാങ്ങി, ആ സ്ഥലം ഞാൻ 2025 ഞാൻ വിൽക്കുകയാണെന്നുണ്ടെങ്കിൽ 2004 നിന്ന് 2025 അതിന്റെ വിലയെ ഉയർത്തി, ഇൻഫ്ലേഷൻ റേറ്റ് യൂസ് ചെയ്ത് ഉയർത്തി, ആ വിലയാണ് നമ്മുടെ സെയിൽ കൺസിഡറേഷനിൽ നിന്നും നമ്മൾ കുറച്ച് ബാക്കിയുള്ള എമൗണ്ടിന് 20% കൊടുക്കേണ്ടിയിരുന്നത്. പക്ഷെ ഇന്ന് ആ ഇൻഡെക്സേഷൻ ബെനിഫിറ്റ് പൂർണ്ണമായി ഒഴിവാക്കി. അതായത് ഇന്നത്തെ സെയിൽ വാല്യൂവിൽ നിന്ന് അന്ന് ആക്ച്വലി എത്ര രൂപയാണോ കൊടുത്ത ആ എമൗണ്ട് മാത്രമേ കമ്മിയാക്കാൻ പറ്റുള്ളൂ. ഇൻഫ്ലേഷന്റെ ഇൻഡെക്സേഷൻ ബെനിഫിറ്റ് ഇനി മുതൽക്ക് കിട്ടില്ല. പക്ഷേ ടാക്സ് റേറ്റിൽ 20% നിന്നും 12%ത്തിലേക്ക് കമ്മിയാക്കിയിട്ടുണ്ട് എന്ന് മാത്രം. ഓക്കെ, സോ ഇൻഡെക്സേഷൻ ബെനിഫിറ്റ് പൂർണ്ണമായി എടുത്ത് ഒഴിവാക്കി കളഞ്ഞു. എന്നിട്ട് 20% റേറ്റിന് പകരം 12% റേറ്റിൽ ടാക്സ് ചെയ്യാൻ തുടങ്ങും ഇനി മുതൽക്ക് 25-26 അസസ്മെന്റ് ഇയർ മുതൽക്ക്. സോ ഇതില് ഇൻകം ടാക്സ് തന്നെ ഒരു എക്സാമ്പിൾ ഇറക്കുണ്ടായി. സോ എക്സാമ്പിൾ പ്രകാരം ഇൻകം കുറവുള്ളവര് കൂടുതൽ ടാക്സ് പേ ചെയ്യേണ്ട, പണ്ടത്തെ വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ ഇൻകം കുറവുള്ളവർക്ക് കൂടുതൽ ടാക്സ് പേ ചെയ്യേണ്ട ഒരു അവസ്ഥയും ഇൻകം കൂടുതലുള്ളവർക്ക് കുറവ് ടാക്സ് പേ ചെയ്യേണ്ട അവസ്ഥയുമായിട്ടാണ് എക്സാമ്പിൾ തന്നെ ഇൻകം ടാക്സ് കൊടുത്തിരിക്കുന്നത്. ഇത് പല പെർമ്യൂട്ടേഷൻസും കോമ്പിനേഷൻസും ഒക്കെ വെച്ച് നോക്കുമ്പോഴേ ആർക്കാണ് ഇത് ഏറ്റവും കൂടുതൽ ബാധിക്കുക എന്നുള്ളത് കൃത്യമായിട്ട് പറയാൻ പറ്റുള്ളൂ. എനിവേ, ഈ പറഞ്ഞ കാര്യങ്ങളെല്ലാം ഒരു ബില്ലാണ്, പ്രപ്പോസൽസ് മാത്രമാണ്. ഇത് ഇനി കുറെ പാർലമെന്റിലുള്ള പ്രൊസീജിയേഴ്സും പ്രസിഡന്റിന്റെ അസേഷനും ഒക്കെ കഴിഞ്ഞതിന് ശേഷം മാത്രമേ ഇത് ആക്ട് ആവുകയുള്ളൂ. കൂടുതൽ സമയങ്ങളിലും അതല്ലെങ്കിൽ ഇതുവരെയുള്ള കാലങ്ങളിലൊക്കെ മോസ്റ്റ് ഓഫ് ദ പ്രപ്പോസൽസും ബില്ലായി അമെന്റ്മെന്റ് ചെയ്ത് ആക്ടായി നിലവിൽ വന്നിട്ടുണ്ട്. സോ അതുപോലെ ഇത് ആക്ട് ആവും എന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. സോ താങ്ക് യു സോ മച്ച്. ഇത്രയുമാണ് നമ്മുടെ സാധാരണക്കാരെ ബഡ്ജറ്റിന്റെ ടാക്സ് പ്രപ്പോസൽസ് എങ്ങനെ അഫക്ട് ചെയ്യുന്നു എന്നുള്ള കാര്യം. താങ്ക് യു.